വെൽക്കം ബാക്ക്. ഇപ്പോൾ സജോ ദേവസ്വ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, നമ്മളിപ്പോൾ റിനി ആൻഡ് ജോർജിനോട് വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചു. പറയാവുന്ന സാധ്യമായ രീതിയിലെല്ലാം റിനി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരു നല്ല വിഭാഗത്തിനും ഈ അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്ന് യുവനേതാവായിരുന്ന MLA ആയ ഒരു ജനപ്രതിനിധിയായ ഇതേപോലെ മറ്റ് തരത്തിൽ സ്ത്രീ വിഷയങ്ങളിൽപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ആ യുവനേതാവിനെ കുറിച്ചാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായ രീതിയിൽ തന്നോടും തൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിച്ച ഒരു നേതാവാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം, പരാതിപ്പെട്ടു കഴിഞ്ഞിട്ടും പാർട്ടിയിലും സമൂഹത്തിലും ഉന്നത സ്ഥാനമാനങ്ങൾ അയാൾക്ക് നൽകുന്നൊരു രീതിയുണ്ടായിരുന്നു. ഹൂ കേസ് എന്നുള്ളത് അയാളുടെ നേരിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. സമാന ചിന്താഗതി ആ പ്രസ്ഥാനത്തിലെ ചിലരും വെച്ചു പുലർത്തി എന്നാണ് റിനി ആൻഡ് ജോർജിന്റെ പരാമർശം. പ്രതിപക്ഷ നേതാവിനെ അടക്കം പോയി കണ്ടു, എല്ലാ ഫോറങ്ങളിലും ഇക്കാര്യം അറിയിച്ചുവെന്നും റിനി ആൻഡ് ജോർജ് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഗൗരവമേറിയ വിഷയം അത് തന്നെയല്ലേ. ഇത് 3 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അന്നേ പരാതി പറഞ്ഞിട്ടും പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പിന്നീട് ജനപ്രതിനിധിയായി തീരാനും ഈ നേതാവിനെ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ നേതാക്കൾ ശ്രമിച്ചത് ഒരു തെറ്റായ സൂചനയെന്നല്ലേ റിനി ആൻഡ് ജോർജ് പറഞ്ഞു വയ്ക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, അത് തന്നെയാണ് പ്രധാനം. ആദ്യത്തേത്, അവർ യുവ നേതാവിന്റെ പേരോ പ്രസ്ഥാനമോ പറയുന്നില്ല. അതല്ല, ഈ പ്രശ്നം തന്നെയാണ് പ്രധാനമായി കാണേണ്ടത് എന്നവർ പറയുന്നു. അതായത് തന്നോട് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് മോശമായി പെരുമാറിയത്, സന്ദേശം അയക്കുന്നു, ഹോട്ടലിലേക്ക് വിളിപ്പിക്കുന്നു, അത്തരം കാര്യങ്ങൾ പറയുന്നു. അതിനപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനുശേഷം കഴിയാവുന്ന ഫോറങ്ങളിൽ ഈ കാര്യം അവതരിപ്പിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല എന്നവർ പറയുന്നു. എന്താണ് ഇതിൽ പ്രധാനം? അതിലും പ്രധാനപ്പെട്ടത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിലുള്ളത് എന്നതാണ് കാണേണ്ടത്. അതായത് പ്രസ്ഥാനത്തിനകത്തുള്ള ആളുകളോടും മോശമായി പെരുമാറുന്നു, ചില നേതാക്കളുടെ വീട്ടിലുള്ള ആളുകളോട് മോശമായ സന്ദേശങ്ങൾ അയക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇത് തന്നെ പറയാനുള്ള കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് പലർക്കും ഇത്തരം സമാന അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശം സന്ദേശങ്ങൾ അയച്ചതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായി, അതിനെക്കുറിച്ച് ധാരണയുണ്ടായി, അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഇതിൽ ഏത് പ്രസ്ഥാനമാണ് എന്ന് പറയുന്നില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ നിയോജക മണ്ഡലമാണ് എന്നതുകൂടി കാണണം അവർ ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് റിനി പറയുന്ന കാര്യത്തിൽ അവർ പറയാവുന്ന ഫോറങ്ങളിൽ പറഞ്ഞു. അതിനുശേഷം പക്ഷേ അങ്ങനെയുള്ള പോസിറ്റീവായ മറുപടികൾ ലഭ്യമായില്ല എന്നതാണ്. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും തുടരുന്ന യുവ നേതാവാണ്. ഈ തരത്തിൽ അത് ആ കാര്യത്തിൽ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് മനസ്സിലാക്കണം, കാണണം, അതിനെ തിരിച്ചറിയണം. ആ കാര്യത്തിൽ എന്ത് വേണം, നടപടി വേണ്ടതല്ലേ, നടപടി വേണം എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു നടപടിയിലേക്കാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇരകളുടെ വിക്ടിംസിന്റെ കാര്യത്തിൽ കൂടുതൽ പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റു പലരിൽ നിന്നും ലഭ്യമായി എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നടപടി യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനം. ശരി, താങ്ക് യു. സജോ ദേവസ്യാണ് നമുക്കൊപ്പം ചേർന്നത്.